ദിദിർ ദേശാംസിന്റെ പിള്ളേർ തടയാൻ ആരുണ്ട്? ഈ ലോകകപ്പിൽ ഉയർന്ന പ്രധാന ചോദ്യങ്ങളിൽ ഒന്നാണിത്. ഇതിന് മറുപടി എന്നോണമായിരിക്കണം ബെൽജിയത്തിനെതിരായ ക്വാർട്ടർ ഫൈനലിന് ശേഷം മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരവും കയ്യിൽ പിടിച്ച ലമീൻ യമാൽ ഇങ്ങനെ പറഞ്ഞത്. ലോകകപ്പിലെ മികച്ച 2 ടീമുകൾ, അതിലൊന്ന് ഞങ്ങളും മറ്റൊന്ന് ഫ്രാൻസുമാണ്. ഒരുപക്ഷെ അവർ ആരെങ്കിലും ഭയപ്പെടുന്നുണ്ടെങ്കിൽ പോലും അത് ഞങ്ങളെ ആയിരിക്കും. അവരെ മുൻപും പുറത്താക്കിയിട്ടുള്ളവരാണ് ഞങ്ങൾ. ലോക റാങ്കിങ്ങിലെ 1-ാം സ്ഥാനക്കാരായ ഫ്രാൻസും 3-ാം സ്ഥാനക്കാരായ സ്പെയിനും. ലോക ഫുട്ബോളിലെ 2 പവർ ഹൗസുകൾ. ലോകകപ്പിൽ ഫൈനൽ ബെർത്ത് ഉറപ്പിക്കാൻ ഇരു ടീമും പോരിനിറങ്ങുമ്പോൾ ഒന്നുറപ്പിക്കാം, ഡാലസ് സ്റ്റേഡിയത്തിൽ നടക്കാൻ പോകുന്നത് ഒരു യുദ്ധം തന്നെയായിരിക്കും. (2024) UEFA യൂറോ കപ്പിന്റെയും 2025 നേഷൻസ് ലീഗിന്റെയും സെമിഫൈനലിൽ ഫ്രഞ്ച് കുതിപ്പിന് കടിഞ്ഞാനിട്ടവരാണ് ലൂയിസ് ഡിലാഫിന്റെയുടെ കുട്ടികൾ. ഈ ലോകകപ്പിന്റെ സെമിയിലും അവരിറങ്ങുന്നത് ആ ചരിത്രം ആവർത്തിക്കാനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാകും. എന്നാൽ സ്പെയിന് കാര്യങ്ങൾ അത്ര എളുപ്പമായിരിക്കില്ലെന്നത് ഉറപ്പാണ്. ഈ ലോകകപ്പിലെ തന്നെ ഏറ്റവും മാരകമായ ആക്രമണ നിരയുള്ള സംഘം കിലിയൻ എംബാപ്പെ എന്ന ലോകോത്തര സ്ട്രൈക്കർ, വിങ്ങുകളിൽ കൊടുങ്കാറ്റാകുന്ന ഉസ്മാൻ ഡെംബലയും ബാർക്കോളയും, മിഡ്ഫീൽഡിൽ കളിമെനയുന്ന ഒലീസെ. സ്പീഡും ക്രിയേറ്റിവിറ്റിയും കൃത്യതയും ചേർന്നൊരു മരണമാസ് കോംബോ. ഏത് പ്രതിരോധപ്പൂട്ടും തകർക്കാൻ തങ്ങൾക്ക് ഒരൊറ്റ സെക്കൻഡ് മതിയെന്ന ലെസ് ബ്ലൂസ് ഇതിനോടകം തെളിയിച്ചു കഴിഞ്ഞതാണ്. എതിരാളികൾ നൽകുന്ന ചെറിയൊരു സ്പേസ് പോലും ഗോളാക്കി മാറ്റുന്ന ക്ലിനിക്കൽ ഫിനിഷിംഗ് ആണ് ഫ്രാൻസിന്റെ വജ്രായുധം. ഫ്രാൻസിന്റെ അറ്റാക്കിംഗ് മാത്രമല്ല, ഡിഫൻസീവ് ലൈനും സ്ട്രോങ് ആണ്. എതിരാളികളുടെ മുന്നേറ്റങ്ങൾക്ക് കൃത്യമായി ചെക്ക് വയ്ക്കുന്ന ഫ്രഞ്ച് പ്രതിരോധം ഇതുവരെ ലോകകപ്പിൽ വഴങ്ങിയത് വെറും 2 ഗോളുകൾ മാത്രമാണെന്നതും ഓർക്കണം. സെമിഫൈനലിൽ ഫ്രാൻസിന്റെ പ്രതിരോധ കോട്ടയ്ക്ക് വെല്ലുവിളിയാക്കുക യുവതാരം ലമീൻ യമാൽ തന്നെയായിരിക്കും. 1-on-1 സിറ്റുവേഷനുകളിലും 1-vs-2 സിറ്റുവേഷനുകളിലും നിലവിൽ യമാൽ എത്രത്തോളം അപകടകാരിയാണെന്നുള്ളത് ഫുട്ബോൾ ലോകം കണ്ടിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ യമാലിനെ ഫ്രാൻസ് എങ്ങനെ പൂട്ടുമെന്നതും നിർണായകമാണ്. 6 മത്സരങ്ങളിൽ നിന്ന് 4075-ലധികം പാസ്. തങ്ങളുടെ ഓരോ പാസുകൾ കൊണ്ടും എതിരാളികളുടെ മരണവാറണ്ട് എഴുതിയ ടീമാണ് സ്പെയിൻ. ഇതുവരെയുള്ള യാത്രയിലേതുപോലെ തന്നെ പന്ത് കൈവശം വെച്ച് കളിക്കുക എന്ന ശൈലിയിൽ തന്നെയാകും ഫ്രാൻസിനെതിരായ സെമിഫൈനലും അവർ പയറ്റാൻ പോകുന്ന തന്ത്രം. എംബാപ്പെ, ഡെംബലെ, ഒലീസെ തുടങ്ങിയവരിലേക്ക് അധികം പന്തെത്താതെ നോക്കിയാൽ സ്പെയിൻ ഒരു പക്ഷേ കാര്യങ്ങൾ എളുപ്പമായേക്കാം. ഇതിന് റോഡ്രിയും ഫാബിയൻ റൂയിസും പെഡ്രിയും അടങ്ങുന്ന മധ്യനിരയ്ക്ക് തങ്ങളുടെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനം തന്നെ ഒരുപക്ഷെ പുറത്തെടുക്കേണ്ടി വന്നേക്കാം. 4 ഗോൾ അടിച്ച ഒയർസാബൽ, 2 ഗോൾ നേടിയ മിഖേൽ മെറീനോ. സ്പാനിഷ് പടയ്ക്കായി ഈ ലോകകപ്പിൽ കൂടുതൽ ഗോളുകൾ നേടിയത് ഇവർ 2 പേരുമാണ്. ഇതിൽ മെറീനോയുടെ 2 ഗോളും പിറന്നത് അവസാന 2 നോക്കൌട്ട് മത്സരങ്ങളിലാണ്. ഒയർസാബലിന്റെ ഫിനിഷിംഗ് കുറച്ചുകൂടി ക്ലിനിക്കലായില്ലെങ്കിൽ സ്പെയിൻ ഒരുപക്ഷെ വലിയ വില കൊടുക്കേണ്ടി വന്നേക്കാം. 2 തലത്തിൽ നിൽക്കുന്ന പരിശീലകർ തമ്മിലുള്ള പോരാട്ടം കൂടിയാകും ഈ മത്സരം. ഫ്രഞ്ച് പരിശീലകൻ ദശാംസ് പ്രതിരോധത്തെ ശക്തിപ്പെടുത്തി എതിരാളിക്ക് അനുസരിച്ച് തന്ത്രങ്ങൾ മാറ്റാനും അവസരം കിട്ടുമ്പോൾ അതിവേഗ കൗണ്ടർ അറ്റാക്കുകളിലൂടെ ആക്രമിക്കാനുമാണ് ശ്രമിക്കാറുള്ളത്. മറുവശത്ത് സ്പാനിഷ് പരിശീലകൻ ലൂയിസ് ഡിലാഫിന്റെ പന്ത് കൈവശം വെച്ച കളി നിയന്ത്രിക്കുന്നയാളും ചെറിയ പാസുകളും മികച്ച പൊസിഷനിങ്ങും ഉപയോഗിച്ച് എതിരാളിയുടെ പ്രതിരോധത്തെ തകർക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ഒരാൾ അവസരങ്ങൾ കാത്തിരിക്കുന്ന പരിശീലകനാണെങ്കിൽ മറ്റൊരാൾ തുടർച്ചയെ ആക്രമിച്ച് കളിയുടെ നിയന്ത്രണം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നയാൾ. ഒരു വശത്ത് ഫ്രാൻസിന്റെ വേഗത, മറുവശത്ത് സ്പെയിന്റെ മാന്ത്രികത. തന്ത്രങ്ങൾ മെനയാൻ ദശാംസും ലാഫിന്റെയും. ഇതിൽ വീഴുന്നതാര്, വാഴുന്നതാര്? നമുക്ക് കാത്തിരിക്കാം.